എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ കണ്ണൂരിലെ ക്ഷേത്രത്തിൽ ശത്രുസംഹാര വഴിപാട് നടത്തി ADGP MR അജിത് കുമാർ. ഇന്ന് രാവിലെ കണ്ണൂർ മാടായിക്കാവിലെത്തിയാണ് വഴിപാട് നടത്തിയത്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനം നടത്തി. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ക്ഷേത്ര ദർശനമൊക്കെയുണ്ട്, പ്രാർത്ഥിക്കുകയായിരിക്കും, വിവാദങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടണം, നടപടിയൊന്നും ഉണ്ടാകരുത് എന്നല്ലേ? വിവരങ്ങൾ എങ്ങനെയാണോ? ADGP MR അജിത് കുമാർ ഇന്ന് രാവിലെ 5 മണിക്കാണ് കണ്ണൂരിലെത്തിയത്. സ്പെഷ്യൽ ബ്രാഞ്ചിനെ പോലും അറിയിക്കാതെ സ്വകാര്യ സന്ദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തുടർന്ന് അദ്ദേഹം ആദ്യം മാടായിക്കാവിലെത്തി, തുടർന്ന് ശത്രുസംഹാര വഴിപാട് കഴിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം മൊത്തം 3 ഇടങ്ങളിലാണ് പോയത്. ഏറ്റവും ആദ്യം അദ്ദേഹം മാടായിക്കാവിലെത്തി, തുടർന്നാണ് ഈ ശത്രുസംഹാര വഴിപാട് കഴിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം എത്തിയത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. അവിടെ എത്തി അദ്ദേഹം വഴിപാടുകൾ കഴിപ്പിച്ചു. പട്ടംതാലി, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. അതിനുശേഷം അതിനടുത്തുള്ള കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും ADGP എത്തി. ജലധാര, ക്ഷീരധാര, ആൾരൂപം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. അദ്ദേഹം വളരെ സ്വകാര്യമായി എത്തിയ ഒരു സന്ദർശനമായിരുന്നു. അദ്ദേഹത്തിനൊപ്പം കൂടുതൽ ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ആയിട്ട് ഒരു പോലീസുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പോലീസുകാരോ മറ്റോ സുരക്ഷയോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കറിയാം ADGP MR അജിത് കുമാർ നിലവിൽ 3 അന്വേഷണങ്ങൾ നേരിടുന്നുണ്ട്. ഒന്ന്, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് DGP തള്ളുകയും വീണ്ടും അതിലൊരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനം അടക്കമുള്ള പരാതിയിൽ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ MR അജിത് കുമാർ RSS നേതാവും ദത്തരേത്തയുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റൊരു അന്വേഷണം, അങ്ങനെ 3 അന്വേഷണങ്ങൾ ADGPക്കെതിരെ നടക്കുമ്പോഴാണ് അദ്ദേഹം കണ്ണൂരിൽ എത്തുകയും ശത്രുസംഹാര വഴിപാടടക്കം കഴിപ്പിക്കുകയും ചെയ്തത്. അവിടെ മാത്രമല്ല, മാടായിക്കാവ് ക്ഷേത്രം, കാവ്, അത് ഈ പറയുന്ന ശത്രുസംഹാര വഴിപാട് പ്രസിദ്ധമാണ്. അവിടെയാണ് അദ്ദേഹം രാവിലെ എത്തിയത്. അതിനുശേഷം മറ്റ് 2 ക്ഷേത്രങ്ങളിലും എത്തി വഴിപാട് നടത്തിയ ശേഷം കണ്ണൂരിലെ AR ക്യാമ്പിൽ, മങ്ങാട്ടുപറമ്പിലെ AR ക്യാമ്പിൽ അദ്ദേഹം നിലവിലുണ്ട്. അതിനുശേഷം ഇന്ന് വൈകുന്നേരമായിരിക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. തീർച്ചയായിട്ടും ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് K ജയശങ്കർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇപ്പോൾ വിവാദങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്, ചർച്ചകൾ അതിനെ വഴിക്ക് പോകുമ്പോൾ മറുവശത്ത് പ്രാർത്ഥിക്കുകയാണ് ADGP MR അജിത് കുമാർ. അല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് പരിഹാസമായിട്ട് കാണാം. പക്ഷേ ഇതിലെ രാഷ്ട്രീയ വശം എന്ന് വെച്ചാൽ MR അജിത് കുമാറിന് വളരെ പ്രബലരായ ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ ഉണ്ടെന്ന് പറയുക കൂടുതൽ ശരി. അദ്ദേഹത്തെ ക്രമസമാധാന പരിപാലന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെടുന്നവരുണ്ട്, സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്, പിരിച്ചുവിടണം എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകനായി നിൽക്കുന്ന അത് മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള ആൾ എന്ന് പറയുന്ന സംസ്ഥാന പോലീസ് മേധാവി ഇദ്ദേഹത്തോട് വളരെ അതൃപ്തിയോട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു, PV അൻവറിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറാണ്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ മനുഷ്യൻ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പരിപൂർണമായ സംരക്ഷണമുണ്ട്. അദ്ദേഹത്തിന്റെ ഉറ്റ തോഴനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഒരു അരക്ഷിതത്വ ബോധം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ശത്രുസംഹാര പൂജ നടത്തിയത്. അത് നല്ല കാര്യമാണ്. ഇതുപോലുള്ള ക്ഷേത്രങ്ങളുണ്ടെന്നും അവിടെ ഇങ്ങനെയുള്ള വഴിപാടുകളുണ്ടെന്നും ഇപ്പൊ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം. പിന്നെ സമയം പോലെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒരു പൂമുടലും കൂടി നടത്തുന്നത് നന്നായിരിക്കും. മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന നമ്മുടെ നാട്ടിലൊരു ധീര വിപ്ലവകാരി അവിടെ പൂമുടൽ നടത്തി കുറച്ചാൾ മുമ്പ് വിവാദമായതായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ്. ആപതി കിങ്കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായം എന്ന ആപത്ത് കാലത്ത് എന്താ ചെയ്യാ? അത് അമ്മയുടെ ചരണയുഗളം, അതായത് കാലുകൾ, 2 കാലുകളെ സ്മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിച്ച അജിത് കുമാറിന്റെ എല്ലാ ആശംസകളും വരും. ഏതായാലും വിശ്വാസത്തെ കുറിച്ചൊന്നും അധികം നമുക്ക് സംസാരിക്കാനൊന്നും അതിലൊന്നും ഇടപെടാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോൾ പ്രാർത്ഥന മാത്രമേ ഇനി വഴിയുള്ളൂ എന്നുള്ളൊരു ലെവലിലായിരിക്കും അല്ലേ കാര്യങ്ങൾ. ഇതിപ്പോൾ ആരാണ് എതിരെ നിൽക്കുന്നത് എന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മിത്രങ്ങളെയും കൂടി സംശയിക്കണം. ഇനി മിത്രസംഹാര പുഷ്പാഞ്ജലി വേറെ കഴിക്കാനായിട്ട് വകുപ്പുമില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്.
അതെ, അത് മാത്രമല്ല വേറൊരു കാര്യം, ഈ ശത്രു സംഹാര പൂജയുമായി ബന്ധപ്പെട്ട് കുറെ നാളുകൾക്ക് മുമ്പ് DK ശിവകുമാറിന്റെ കാര്യം നമ്മൾ സംസാരിച്ചതാണ്. അതേ ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് MP ഗോവിന്ദൻ ഉൾപ്പെടെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതാണ്. വീണ്ടും അതിനെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും ഇതൊക്കെ വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു സവിശേഷത. അതെ, തീർച്ചയായിട്ടും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിവാദങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത്, ശത്രു സംഹാര പൂജയിലേക്ക് പോലും കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഫെലിക്സ് തുടരുന്നുണ്ട്. ഫെലിക്സ്, ഇതിലൊരു ക്ഷേത്രം നമ്മൾ ആദ്യമായിട്ടല്ല ആ പേര് കേൾക്കുന്നത്. DK ശിവകുമാർ എത്തി ശത്രു സംഹാര പൂജയൊക്കെ നടത്തിയ സ്ഥലമാണ്. അവിടേക്കാണ് വിവാദങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ADGP MR അജിത് കുമാർ കൂടി എത്തുന്നത്. ഒരു സന്ദർശനം നടത്തുന്നതിൽ എന്താണ് ഇത്ര വലിയ ചോദ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടാകും. വിശ്വാസപരമായ കാര്യത്തിലൊന്നും ആരും ഇടപെടുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഇതിൽ നിലനിൽക്കുന്നത് കൊണ്ടുകൂടി കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. പൂജ മാടായിക്കാവിലാണ് അദ്ദേഹം ഏറ്റവും ആദ്യം എത്തിയത്. മാടായിക്കാവിലെ ഒരു പ്രസിദ്ധമായ ഒരു വഴിപാടാണ് ശത്രു സംഹാരം. 350 രൂപയാണ് ആ വഴിപാടിൻ്റെ തുക. ആ വഴിപാടാണ് അദ്ദേഹം ഏറ്റവും ആദ്യം കണ്ണൂരിലെത്തിയ ശേഷം നടത്തിയത്. പിന്നീട് രാജരാജേശ്വര ക്ഷേത്രത്തിലും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലുമാണ് എത്തിയത്. ഇപ്പോൾ പൂജ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടകയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അത് BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഒക്കെ ഉള്ള നേതാക്കളും മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത അടക്കമുള്ളവരും കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിലടക്കം എത്താറുണ്ടായിരുന്നു. മാടായിക്കാവിലും എത്താറുണ്ട്. സ്ഥിരമായി യെദ്യൂരപ്പ അടക്കമുള്ളവർ സ്ഥിരമായി എത്തുന്ന ക്ഷേത്രങ്ങളാണ് ഇവ. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെയാണ് ADGP MR അജിത് കുമാർ വളരെ സ്വകാര്യമായൊരു സന്ദർശനത്തിനായി എത്തിയത്. നമുക്കറിയാം, വലിയ വിവാദങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിനെതിരെ 3 അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. അദ്ദേഹം പുലർച്ചെ 5 മണിയോടുകൂടി മാവേലി എക്സ്പ്രസ്സിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ 3 ഇടങ്ങളിലുമുള്ള സന്ദർശനം. നേരത്തെ കർണാടക മുൻ ഉപമുഖ്യമന്ത്രി യുമായി ബന്ധപ്പെട്ട് DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു രാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉയർന്നപ്പോൾ രാജരാജേശ്വര ക്ഷേത്രം തന്നെ അത് നിഷേധിച്ചിരുന്നു. കാരണം അവിടെ ഇത്തരത്തിലുള്ളൊരു ശത്രു സംഹാര മൃഗബലിയൊന്നും തന്നെ നടക്കുന്നില്ല. അതിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് നടന്നു എന്നതാണ് പിന്നെ DK ശിവകുമാറിൻ്റെ ആരോപണമായി അന്ന് ഉയർന്നത്. ഏതായാലും അദ്ദേഹം ഇവിടെ വന്ന് മാടായിക്കാവിലാണ് ശത്രു സംഹാര പൂജ അദ്ദേഹം കഴിപ്പിച്ചത്. അതിനുശേഷമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും പിന്നീട് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും എത്തിയത്. അവിടെയൊക്കെ സാധാരണഗതിയിലുള്ള ഈ വഴിപാടുകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലൊക്കെ MR അജിത് കുമാർ നേരത്തെയും വന്നിട്ടുണ്ടെന്നാണ്. പല തവണകളിൽ അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ദർശനം നടത്താൻ ഉണ്ട്. ഏതായാലും മാടായിക്കാവിൽ ശത്രു സംഹാര പൂജ നടത്തിയാൻ അദ്ദേഹം ഇന്നാണ് എത്തിയത്. അതിന് മുൻപ് അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഏതായാലും വലിയ വിവാദങ്ങളും വലിയ അന്വേഷണങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സന്ദർശനം അദ്ദേഹം നടത്തുന്നത്. പ്രത്യേകിച്ചും 3 അന്വേഷണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തുന്നുണ്ട്. ആദ്യം പൂരം കലക്കീതമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് DGPക്ക് സമർപ്പിച്ചെങ്കിലും പിന്നീട് അതിലൊരു തുടരന്വേഷണം നടത്താനൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ PV അൻവർ വലിയ രീതിയിലുള്ള ആരോപണം, അദ്ദേഹത്തിനെതിരെ സ്വത്ത് സമ്പാദനം അടക്കം വലിയ വീടുകളടക്കം തിരുവനന്തപുരം കവടിയാറിലൊക്കെ വലിയ വീടുകളടക്കം പണിതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അങ്ങനെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ഒപ്പം അദ്ദേഹവും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ അടുത്തിടെയാണ് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവിറക്കിയത് സർക്കാർ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ 3 അന്വേഷണങ്ങൾ അടുത്തിടെ അദ്ദേഹത്തിനെതിരെ നടക്കുന്നു. അദ്ദേഹത്തിനൊരു നല്ല സമയമല്ല എന്നൊരു പക്ഷേ ആ രീതിയിൽ പറയാൻ കഴിയും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കണ്ണൂരിലെത്തി ഈ പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രശസ്തമായ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നേരിട്ടെത്തി വഴിപാടുകൾ സമർപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പം മറ്റാളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സ്വകാര്യമായൊരു സന്ദർശനമാണ് ADGP MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. തീർച്ചയായും കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. കാര്യമായ ശത്രുക്കളുണ്ട്, വിവാദങ്ങളൊക്കെ അതാത് രീതിയിൽ നിൽക്കുകയാണ്. നടപടിയൊക്കെ പലരും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സന്ദർശനം ഉണ്ടായത്.